സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കെയിലിംഗ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് ആവറേജ് എറർ. ഈ മെത്തേഡ് ഓഫ് ആവറേജ് എററിന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്, മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ, മെത്തേഡ് ഓഫ് ഇക്വലന്റ് സ്റ്റിമുലി എന്നൊക്കെ പേരുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗസ്റ്റവ് ഫെച്നർ ആണ്. ഇതിനകത്ത് സബ്ജക്റ്റിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് സ്റ്റിമുലസും ഒരു കമ്പാരബിൾ സ്റ്റിമുലസും കൊടുക്കും. എന്നിട്ട് ഈ കമ്പാരബിൾ സ്റ്റിമുലസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റിമുലസിനേക്കാളും കൂടുതലോ കുറവോ ഇന്റൻസിറ്റി ഉള്ളതായിരിക്കും. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റിനോട് എന്ത് പറയാണ്, ഈ കമ്പാരബിൾ സ്റ്റിമുലി സ്റ്റാൻഡേർഡ് സ്റ്റിമുലിക്ക് ഈക്വലായി വരുന്ന തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ സ്റ്റാൻഡേർഡ് സ്റ്റിമുലിന്റെ ഓൾറെഡി അതിന്റെ മെഷർമെന്റ് ഒക്കെ നമുക്ക് അറിയായിരിക്കും. അത് ഈ കമ്പാരബിൾ സ്റ്റിമുലിയുമായിട്ട് ഒത്തുനോക്കാം. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഓരോ ജഡ്ജ്മെന്റിലെയും ഇറർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്ത് കിട്ടും, ഒരുപാട് ജഡ്ജ്മെന്റ് കിട്ടും അല്ലെ. ഈ ജഡ്ജ്മെന്റിന്റെ ഒക്കെ അരിത്മെറ്റിക് മീൻ എടുക്കുക, ഇതിന്റെ ഒക്കെ അരിത്മെറ്റിക് മീൻ എടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ മീൻ എടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്, മെത്തേഡ് ഓഫ് ആവറേജ് എറർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ വാല്യൂ ദസ് ഒബ്റ്റൈൻഡ് ഈസ് ദ വാല്യൂ ഫോർ പോയിന്റ് ഓഫ് സബ്ജക്റ്റീവ് ഇക്വാളിറ്റി. അങ്ങനെ നമുക്ക് മീൻ എടുത്തിട്ട് കിട്ടുന്ന ആ വാല്യൂനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് സബ്ജക്റ്റീവ് ഇക്വാളിറ്റി അല്ലെങ്കിൽ PSE എന്ന് പറയുന്നത്, പോയിന്റ് ഓഫ് സബ്ജക്റ്റീവ് ഇക്വാളിറ്റി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് സ്റ്റിമുലസിന്റെയും ഈ ഒരു പോയിന്റ് ഓഫ് സബ്ജക്റ്റീവ് ഇക്വാലിറ്റിന്റെയും ഡിഫറൻസ് എടുക്കുക. അതാണ് നമുക്ക് എന്ത് പറയുന്നത്, ഇങ്ങനെ കിട്ടുന്നതാണ് എന്ത്, കോൺസ്റ്റന്റ് എറർ എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് എറർ ആൻഡ് ദ പോയിന്റ് ഓഫ് സബ്ജക്റ്റീവ് ഇക്വാലിറ്റി ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് കോൺസ്റ്റന്റ് എറർ. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈക്വൽ ആക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഓരോ ജഡ്ജ്മെന്റിലെയും നമ്മൾ എറർ കണ്ടുപിടിക്കുന്നു. അപ്പൊ ആ എറേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മീനെടുക്കുന്നു. മീനെടുത്ത് കിട്ടിയിട്ടുള്ള ആ ഒരു വാല്യൂ ആണ് പോയിന്റ് ഓഫ് സബ്ജക്റ്റീവ് ഇക്വാലിറ്റി. ആ PSC വാല്യൂവിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എററിന്റെ ഡിഫറൻസ് എടുക്കുന്നു. അതാണ് കോൺസ്റ്റന്റ് എറർ എന്ന് പറയുന്നത്. ദ പേർപ്പസ് ഓഫ്, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, average error calculate ചെയ്യുന്നത്. Purpose of this method is to determine equivalent stimuli by active adjustment of the comparative stimuli by the subject in each trial, and hence the method is also known as method of equivalent stimuli എന്ന് പറയും. നമ്മൾ ഈ കമ്പാരബിൾ സ്റ്റിമുലിനെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക, ഈക്വൽ ആക്കി അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുക അല്ലെ. ഓരോ ട്രയലും നമ്മൾ അതിനല്ലേ ശ്രമിക്കുക, നമ്മളെ സ്റ്റാൻഡേർഡ് സ്റ്റിമുലിക്ക് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ കമ്പാരബിൾ സ്റ്റിമുലിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നോക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്, മെത്തേഡ് ഓഫ് ഇക്വലന്റ് സ്റ്റിമുലി എന്നും കൂടി വിളിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒക്കെ എറേഴ്സിന്റെ ആവറേജ് എടുക്കുന്നതുകൊണ്ട് മെത്തേഡ് ഓഫ് ആവറേജ് എറർ എന്ന് വിളിക്കുന്നു. നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റിമുലിനെ ഇക്വലന്റ് ആക്കാൻ വേണ്ടി നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, മെത്തേഡ് ഓഫ് ഇക്വലന്റ് സ്റ്റിമുലി എന്ന് വിളിക്കുന്നത്. ഇതാണ് മെത്തേഡ് ഓഫ് ആവറേജ് എറർ എന്ന് പറയുന്നത്.